കല്യാണത്തിന് പോയി വന്നതിൽ പിന്നെ ദേവു ആകെ വിഷമത്തിലായിരുന്നു. എന്താ മോളെ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല അമ്മേ. ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിയാൻ നോക്കേണ്ട. നിന്നെ പ്രസവിച്ച് ഞാനല്ലെങ്കിലും ഞാനും ഒരു അമ്മയാ. അതുകൊണ്ട് നീ എൻ്റെ മുമ്പിൽ ഒളിക്കാൻ നോക്കണ്ട. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായില്ലേ? ഇതുവരെ വിശേഷമൊന്നും ആയില്ലല്ലോ എന്നാ ഇപ്പം എല്ലാവരും ചോദിക്കുന്നത്. ഓ അതാണോ കാര്യം? നിങ്ങളിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടെന്ന് വരെ ചോദിക്കാൻ തുടങ്ങി. അതൊന്നും കാര്യമാക്കണ്ട. ഇപ്പോഴേ കുഞ്ഞിനെ വേണ്ടെന്നാണ് തീരുമാനമെന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞാൽ മതി. എത്ര നാൾ അങ്ങനെ പറയുമേ? അതിനൊരു പരിധിയില്ലേ? എന്തോ ഓർത്തിട്ടെന്ന പോലെ ജാനകിയുടെ കണ്ണ് നിറഞ്ഞു. സാരി തുമ്പ് കൊണ്ട് അത് തുടച്ചു കളഞ്ഞു. എല്ലാം മീനൂട്ടിയുടെ ശാപ. ആരാ മീനൂട്ടി? മീനാക്ഷി എൻ്റെ ഏട്ടൻ്റെ മോളാ. നിതിനേക്കാളും 4 വയസ്സിനിളയത്. ചെറുപ്പം മുതലേ നല്ല കൂട്ടായിരുന്നു രണ്ടുപേരും. മീനുണ്ടായപ്പോൾ തന്നെ നമ്മളൊക്കെ തീരുമാനിച്ചിരുന്നു നിതിനുള്ളതാണെന്ന്. പക്ഷേ വീതി മറ്റൊന്നായിരുന്നു. അത് കേട്ടപ്പോൾ എന്തോ അസ്വസ്ഥയായി ദേവു. രാത്രി കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. മീനൂട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആകാംക്ഷ തോന്നി. നിതിനോട് ചോദിക്കാൻ ധൈര്യമുണ്ടായില്ല. നാളെ അമ്മയോട് ചോദിക്കാമെന്നൊക്കെ കരുതി ഓരോന്ന് ആലോചിച്ചവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് മുറി വൃത്തിയാക്കുന്നതിനിടെ പഴയൊരു ഡയറി കയ്യിൽ കിട്ടി. തുറന്നു വായിക്കാൻ നോക്കുമ്പോഴേക്കും പുറത്ത് ബൈക്കിന്റെ ശബ്ദം കേട്ടതിനാൽ എടുത്ത് ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചു. ദേവു എന്താ ഏട്ടാ? ഒരു ചായ ഇട്ട് തരാമോ? ചായയും കൊണ്ടുവരുമ്പോൾ അവൻ കിടക്കുകയായിരുന്നു. എന്തു പറ്റി? ഒരു ചെറിയ തലവേദന. ഞാൻ ബാമ്പുരട്ടി തരാം. അതൊന്നും വേണ്ട, കുറച്ചു നേരം കിടന്നാൽ ശരിയാവും. ചായ കുടിച്ചിട്ട് കിടന്നു. പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ആ സമയം ഒളിപ്പിച്ചു വെച്ച ഡയറി കയ്യിലെടുത്ത് വായിക്കാൻ തുടങ്ങി. എൻ ഹൃദയ തന്ത്രികളിൽ നിനക്കായി ശ്രുതി മീട്ടിടാം. നീ വരുവോളം മിഴികൾ നട്ട് വിദൂരതയിൽ നോക്കി നിൽക്കാം. പേജ് മറിച്ച് വായന തുടങ്ങി. കാര്യമായി ഒന്നിനെ മീനാക്ഷിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി. ദിവസം തുടങ്ങുന്ന അവസാനിക്കുന്നു അവളിലാണെന്ന്. ഡയറിയുടെ അവസാന പേജിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: നാളെ അവളുടെ പിറന്നാൾ ദിനം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു സമ്മാനം ഞാനിന്ന് അവൾക്ക് കൊടുക്കും. അതെന്താണെന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ പേജ് മറിച്ചെങ്കിലും തുടർന്നുള്ളതിൽ ഒരു വരി പോലും എഴുതിയിരുന്നില്ല. എന്താണതെന്ന് അറിയാൻ കഴിയാത്തതുകൊണ്ട് ഉറക്കം വന്നില്ല. പിറ്റേന്ന് അടുക്കളയിൽ ജോലിക്കിടെ അമ്മയോട് വീണ്ടും മീനാക്ഷിയെപ്പറ്റി ചോദിച്ചു. തുടക്കം മുതൽ അവർ പറഞ്ഞു തുടങ്ങി. ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന മീനാക്ഷി നിധിനുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ ആവണം. വളർന്നു വരുമ്പോൾ അവരുടെ ഉള്ളിൽ ആ മോഹം മുല്ലവള്ളി പോലെ പടർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും അറിഞ്ഞില്ല, ആരെയും അറിയിച്ചില്ല. ഉപരിപഠനത്തിന് വേണ്ടി നാട് വിട്ട് പോകേണ്ടി വന്നു അവന്. പോവാൻ മനസ്സുണ്ടായിട്ടൊന്നല്ല, എൻ്റെ നിർബന്ധം കൊണ്ട് പോയെന്ന് പറയുന്നതായിരിക്കും ശരി. പോകുന്നതിൻ്റെ തലേന്ന് മീനാക്ഷിയെ കാണാൻ പോയി. അവരെന്നും കാണുന്ന സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു കണ്ടത്, അമ്പലത്തിൻ്റെ അടുത്തുള്ള കുളക്കടവിൽ. എന്താണ് നിന്റെ മുഖം കടന്നലുത്തിയ പോലെ ഇരിക്കുന്നത്? ഏട്ടൻ നാളെ പോവല്ലേ? അതിന് പോയാൽ പിന്നെ എപ്പോഴാണ് കാണാൻ പറ്റുക? നിനക്ക് കാണാൻ തോന്നുമ്പോൾ ഒരു വിളി പോലെ പെണ്ണേ, ഞാനിവിടെ പറഞ്ഞെത്തില്ലേ? അതൊക്കെ ഇപ്പം പറയും. അവിടെ എത്തുമ്പോൾ വല്ല പെൺപിള്ളേരെയും കാണുമ്പോൾ എന്നെ മറക്കും. അതേടി നിന്നെ മറക്കും. എന്നിട്ട് നല്ലൊരു മോഡേൺ ആയിട്ടുള്ളൊരു പെണ്ണിനെ കേട്ട് സുഖമായിട്ട് ജീവിക്കും. അങ്ങനെ കാര്യം സംഭവിച്ചാലേ രണ്ടിനെയും കൊന്ന് ഞാനും തൂങ്ങും. എൻ്റെ പെണ്ണെ, നിന്നെ അങ്ങനെയൊക്കെ മറക്കുമോ ഞാൻ? ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ പെണ്ണല്ലേടി, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവൾ. ആ ബോധം ഉണ്ടായാൽ നല്ലത്. നിനക്ക് ഈ ധാവണിക്കൊന്ന് മാറ്റി വന്ന ഫാഷൻ ഡ്രസ്സ് ഇട്ടൂടെ? ഇതൊരുമാതിരി പഴഞ്ചൻ ലുക്ക്. എനിക്കത് മതി എന്ന് പറഞ്ഞവൾ മുഖം തിരിച്ച് കളഞ്ഞു. പെണ്ണുങ്ങാതെ എൻ്റെ പൊന്നെ, ഞാൻ വെറുതെ പറഞ്ഞ. എനിക്കെൻ്റെ പെണ്ണിനെ എന്നും ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. കണ്ണിൽ നിറയെ വാരിട്ട് കൺമിഷി എഴുതി വട്ടപ്പൊട്ട് തൊട്ട് ഒരു ചന്ദനക്കുറിയും നീളമുള്ള ഇടതൂർന്ന മുടി അഴിച്ചിട്ടാൽ ആരും നോക്കി നിന്നു പോകും മീനാക്ഷിയെ. അത്ര സുന്ദരിയാണ് അവൾ. എന്തായാലും ഞാൻ നാളെ പോവല്ലേ? എന്നാൽ പിന്നെ എനിക്ക് തരാനുള്ള തന്നൂടെ? എന്ത്? ഇല്ലെങ്കിൽ ഞാൻ തരാം, എന്നിട്ട് എനിക്കുള്ളത് തന്നാൽ മതി. അതും പറഞ്ഞവൻ അവളുടെ പുറകിലേക്ക് ചെന്ന് മുടി മാറ്റിയതും അവൾ തിരിഞ്ഞെന്ന് തള്ളി താഴേക്കിട്ട് ഓടിക്കളഞ്ഞു. പെട്ടെന്ന് തള്ളിയതിനാൽ എവിടെയും പിടിക്കാൻ പറ്റാതെ വെള്ളത്തിലേക്ക് വീണവൻ. നനഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ അമ്മ ചോദിച്ചു, നീ ഇതെങ്ങനെയാടാ നനഞ്ഞ്? നാളെ പോവല്ലേ, അതുകൊണ്ട് അമ്പലക്കുളത്തിലൊന്ന് കുളിച്ചു. പോയി വേഷം മാറിയിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. വൈകുന്നേരമായപ്പോൾ മീനും അങ്ങോട്ട് വന്നു. ചിറ്റേ, ആഹാ, ആരിത് മീനിക്കുട്ടിയോ? ഏട്ടൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ഓ, അപ്പം എന്നെ കാണാനല്ലേ വന്ന്? രണ്ടുപേരെയും കാണാൻ വന്നാ? അവൻ എന്തൊക്കെയോ എടുത്തു വെക്കുന്ന കണ്ടു. നീയും കൂടി പോയി സഹായിക്കും മോളെ. ശരി. പടി കയറി മുറിയിലെത്തി. എല്ലാം എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു നിതിൻ. വന്നല്ലോ ഉണ്ടക്കണ്ണി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഉണ്ടക്കണ്ണിന്ന് വിളിക്കരുതെന്ന്. ആഹാ,
ഉണ്ടക്കണിയെ പിന്നെ ഉണ്ടക്കണി എന്നല്ലാതെ പിന്നെ എന്താടി വിളിക്കുക? ഞാൻ പോണു. ആ പോ, അതാ നല്ല. എന്തിനാടാ അതിനിങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? ഒരു രസം അല്ലേ അമ്മേ? അവളുടെ ദേഷ്യം കാണാനൊരു പ്രത്യേക ഭംഗിയാ. എല്ലാം എടുത്തു വെച്ചോടാ. പിറ്റേന്ന് അവൻ ഡൽഹിക്ക് പോയി. യാത്രയാക്കാൻ അവളും ഉണ്ടായിരുന്നു. കണ്ണിൽ നിന്ന് മറയും വരെ അവൾ നോക്കി നിന്നു. പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വിങ്ങലായിരുന്നു. പ്രാണൻ പറിച്ചു കൊണ്ടുപോകുന്ന പോലുള്ള വേദന. പിന്നീടുള്ള ദിവസങ്ങൾ പരസ്പരം വിളിച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു. രാത്രി കിടക്കുന്നതിന് മുമ്പ് തുടങ്ങുന്ന വിളി ചിലപ്പോൾ പുലരുവോളം തുടരും. പറഞ്ഞാലൊന്നും തീരാത്ത വിശേഷങ്ങൾ. ഒരു ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു അടുത്ത ആഴ്ച വരുന്നുണ്ടെന്ന്. അതെ, വരുമ്പോൾ എനിക്കൊരു സമ്മാനം കൊണ്ടുവരുന്നുണ്ട്. എന്ത് സമ്മാനം? അതിപ്പോൾ പറയില്ല. ഒരു ക്ലൂ എങ്കിലും താ. ഇല്ല, എന്നെ മോള് ഫോൺ വെച്ചിട്ട് പോയി ഉറങ്ങാൻ നോക്ക്. മനസ്സിലോടെ അവൾ ഫോൺ വെച്ചു. പിന്നെ ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അങ്ങനെ ഞായറാഴ്ച അവൻ വന്നു. വെളുപ്പിന് നാട്ടിലെത്തി. കുറച്ചു നേരം കിടന്ന് നേരെ കുളത്തിപ്പോയി ഒരു കുളിവാസാക്കി. അപ്പോഴേക്കും മീന് വന്നു. രണ്ടുപേരും കൂടി അമ്പലത്തിൽ തൊഴുതിറങ്ങി നേരെ പോയത് ആലിൻ ചുവട്ടിലേക്കായിരുന്നു. ഇവിടെ ഇരിക്കാനൊരു പ്രത്യേക സുഖമാണ് അല്ലേ വേണേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് തരാന്ന് പറഞ്ഞ സമ്മാനം എവിടെ? സമ്മാനോ? എന്ത് സമ്മാനം? പറഞ്ഞു പറ്റിക്കുന്ന ദുഷ്ട. കഴിഞ്ഞ ആഴ്ച വിളിച്ചാൽ പറഞ്ഞില്ലേ അടുത്ത ആഴ്ച ഞാൻ വരുന്നുണ്ട്, എനിക്കൊരു സമ്മാനം ഉണ്ടെന്നൊക്കെ. അതൊക്കെ എത്ര പെട്ടെന്ന് മറന്നോ? ഓ, ആ സമ്മാനം. ഇങ്ങനെ പോയാൽ കുറച്ചാൾ കഴിയുമ്പോൾ എന്നോട് ചോദിക്കല്ലോ നീ ആരാന്ന്. ഒന്ന് നിർത്തിയിട്ടൊന്ന് തുറന്നു നോക്ക് വേണേ എന്ന് പറഞ്ഞൊരു ബോക്സ് അവിടെ കയ്യിൽ കൊടുത്തു. തുറന്നു നോക്കി അവിടെ കണ്ണുകൾ തിളങ്ങി. ഒരാലിലെ താലിയായിരുന്നു അത്. എനിക്കിത് വിശ്വസിക്കാമോ? എന്ന് നീ അങ്ങനെ ചോദിച്ച്? നീ ഇപ്പം സമ്മതിച്ചാലേ ഇന്ന് നിന്റെ കഴുത്തിൽ വീണിരിക്കും. ഇപ്പം വേണ്ട. ഈ നാട്ടുകാരെയും ബന്ധുക്കളൊക്കെ വിളിച്ച് 2 കൂട്ടം പ്രഥമനും സദ്യക്കായിട്ട് ഈ തിരുനാളിൽ വെച്ച് എൻ്റെ കഴുത്തിൽ ഇത് കെട്ടിയാൽ മതി. അതുവരെ ഇത് ഏട്ടൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പ്രഥമൻ 2 കൂട്ടം മതിയോ? ആ മതി, ഞാൻ പോട്ടെ. നേരെ ഒരുപാടായി. ഇന്നിനി വഴക്കന്നെയായിരിക്കും. കുറച്ചുകൂടി ഞാൻ അങ്ങോട്ട് വരാം. മീനാക്ഷി വീട്ടിലെത്തിയപ്പോൾ കേൾക്കുന്ന സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. എന്തൊക്കെ വന്നാലും അവൾക്ക് കൊടുക്കില്ല. ഇവിടുന്ന് ഒരു തരി മണ്ണ് പോരും. അകത്തേക്ക് പോയ മീനു അമ്മയോട് ചോദിച്ചു. എന്താ അമ്മ പുറത്തൊരു ചർച്ച? സ്വത്ത് ഭാഗം വെക്കുന്നതിനെ പറ്റിയാ മോളെ. ആർക്ക് കൊടുക്കില്ലെന്ന അച്ഛനും ചിറ്റപ്പനീ പറയുന്നേ. നിന്റെ ചിറ്റയ്ക്ക് അല്ലാണ്ട് വേറെ ആർക്കാ? അതെന്താ? ഈ കുടുംബത്തെ ചതിച്ചിട്ട് ഇറങ്ങിപ്പോയവൾക്കൊരു ചില്ലിക്കാശ് കൊടുക്കില്ല. അത് കേട്ടപ്പോൾ മീനു അമ്മയോട് പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെയുള്ള കാശ് കൊണ്ടൊന്നല്ലല്ലോ അവർ ജീവിക്കുന്നേ. പിന്നെ ഇത്രയും കാലത്തിലായിരുന്ന ദേഷ്യം വാശി ഇപ്പൊ കാണിക്കുന്നെന്തിനാ? ദേഷ്യവും വാശിയും ഉണ്ടായില്ലെന്ന് ആര് പറഞ്ഞു? മുത്തശ്ശി മരിച്ചപ്പോൾ ഈ പടി പോലും കടക്കാൻ സമ്മതിച്ചില്ല. പിന്നെ അവരുടെ അച്ഛൻ പോയതിനു ശേഷം കുറച്ചൊരു കുറവ് വന്നതേ ഉള്ളൂ. ഈ സ്വത്തൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്ത് കിട്ടാനാ? അതുപോലെ പാവങ്ങൾക്ക് കൊടുത്ത് അത്രയും പുണ്യം കിട്ടും. ഒന്ന് മിണ്ടാണ്ടിരിക്കും കൂട്ടി. അച്ഛൻ കേൾക്കണ്ട, നിന്നെ വെച്ചേക്കില്ല. ശരി. പുറത്തുനിന്ന് ഇതിന്റെ ശബ്ദം കേട്ടത് അവൾ മേലെ തല പുറത്തേക്ക് ഇട്ടു. നീ വന്നു എന്നറിഞ്ഞു. ചിലത് പറയാനുണ്ടായിരുന്നു എനിക്കും. നിനക്കെന്താ പറയാനുള്ളത്? എന്താന്ന് വെച്ചാലും പറയാം. അമ്മാവൻ പറഞ്ഞോളൂ. സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യമാണ് ഒന്ന്. നിന്റെ അഭിപ്രായം എന്താ? ഇവിടുന്നുള്ള തീരുമാനം പോലെ. നിനക്കും നിന്റെ അമ്മയ്ക്കും ഇപ്പോഴുള്ള വീടും സ്ഥലവും ദാ പോരെ? മതി. ഇനി രണ്ടാമത്തെ കാര്യം, മീനുവിന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നല്ല കൂട്ടരാ. അത് ഞാനങ്ങ് നടത്താൻ തീരുമാനിച്ചു. അവളുടെ സമ്മതം ചോദിച്ചോ? അവൾക്കൊക്കെ സമ്മതാ. അങ്ങനെ അവള് പറഞ്ഞോ? എൻ്റെ കുട്ടിക്ക് ഈ അച്ഛൻ പറയുന്നതിനപ്പുറം വേറൊന്നില്ല. അവളിങ്ങോട്ട് വിളിക്ക്. മീനാക്ഷി. കേട്ടത് വിശ്വസിക്കാനാവാത്ത അറിഞ്ഞിരിക്കായിരുന്നു അവൾ. ഞാനീ കേട്ട സത്യമാണോ? നീ കല്യാണത്തിന് സമ്മതിച്ചോ? കണ്ണു നിറച്ചുകൊണ്ട് അവൾ ഇല്ലെന്ന് തലയാട്ടി. ഇത്രയും കാലം നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാനും പറയും, ഇവളെ എൻ്റെ പെണ്ണാ, വിട്ടുകൊടുക്കില്ല ആർക്കും. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്താടാ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? അത് പിന്നെ അമ്മേ, എന്തായാലും പറയടാ. അവിടെ മീനാക്ഷിക്ക് വേറെ കല്യാണം ആലോചിക്കുന്നു. എന്തിന്? ഏതോ കൊമ്പത്തെ തറവാട്ടുകാരെ കിട്ടിയപ്പോൾ അവളുടെ ഇഷ്ടം പോലും ചോദിക്കാതെ. സാരില്ല മോനെ, നിനക്ക് അവള് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. അങ്ങനെ അവളെ മറ്റൊരുത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ അവൾ എൻ്റെ ആണെന്ന് പറഞ്ഞ അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നിങ്ങനെ പറയാൻ? അല്ലാതെ ഞാൻ എന്താ മോനെ പറയുക? അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്നാ അമ്മ സ്വീകരിക്കോ? തീർച്ചയായിട്ടും. എന്നാൽ നാളെ ഈ സമയം അവൾ ഇവിടെ ഉണ്ടാവും, എൻ്റെ ഭാര്യയായിട്ട്. വീട്ടിൽ മീനാക്ഷിയെ മുറിയിൽ അടച്ചിട്ടാണുള്ളത്. അതവൻ പ്രതീക്ഷിച്ചിരുന്നു. രാത്രി പിന്നാമ്പുറത്തൂടെ ആരും കാണാതെ അവളുടെ മുറിയുടെ അടുത്തെത്തി ജനലിൽ തട്ടി വിളിച്ചു. മീനാക്ഷി, ഇത് ഞാനാ. ജനൽ തുറക്ക്. ഉടൻ തന്നെ ജനലിൽ തുറക്കപ്പെട്ടു. ഏട്ടാ, എല്ലാവരും കൂടി ഈ കല്യാണം നടത്തിയടങ്ങുന്നുള്ള വാശിയില്ല. നമ്മൾ എന്താ ചെയ്യുക? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 9 മണിക്ക് അമ്പലത്തിനടുത്തുള്ള കാവല് വരണം.
വരാം. എന്നാൽ ശരി, ഞാൻ പോകുന്നു. നാളെ കാണാം. പിറ്റേന്ന് ആരുടെയും കണ്ണിൽപ്പെടാതെ മീനാക്ഷി കാവിലെത്തി. അവളെ കാത്ത് നീതിനും മീനാക്ഷിയുടെ കൂട്ടുകാരി അപർണയും ഉണ്ടായിരുന്നു. എന്തിനാ വരാൻ പറഞ്ഞേ? അന്ന് നീ പറഞ്ഞില്ലേ 2 കൂട്ടം പ്രഥമനയ്ക്കായിട്ട് നമ്മുടെ കല്യാണം നടത്തണമെന്ന്. അതിനി എന്തായാലും നടക്കില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് ഈ ആലിലെ താലി നിന്റെ കഴുത്തിൽ ചാർത്തുന്നു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. താലി കെട്ടാൻ പോകുമ്പോഴാണ് അവൻ്റെ ഉറ്റ സുഹൃത്ത് കിരൺ വന്ന്. ഡാ, നിന്റെ അമ്മയ്ക്ക് എന്താടാ? അമ്മയ്ക്ക് എന്താ പറ്റിയത്? അത് പിന്നെ വിറച്ചിരിക്കുന്ന അവനെ കണ്ടപ്പോൾ ആകെ വല്ലാതായി. മീനാക്ഷിയോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് അവൻ ഓടി അമ്മയുടെ അടുത്തെത്തി. പ്രശ്നമൊന്നുമില്ലാതെ നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ ആശ്വാസം തോന്നി. എന്താടാ മീനെവിടെ? കിരൺ വന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് എന്തോ പറ്റിയെന്ന്. എനിക്ക് എന്ത് പറ്റാൻ? നീ വേഗം പോയി അവൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക്. പിന്നീടാണ് അവന് മനസ്സിലായത് അതൊരു ചതിയാണെന്ന്. തിരിച്ച് കാവിലെത്തി അവൻ കണ്ടത് രക്തത്തിൽ കുളിച്ചിടക്കുന്ന മീനുവിനെയും ബോധം പറഞ്ഞ നിലയിൽ കിടക്കുന്ന അപർണയുമാണ്. മീനാക്ഷിയെ വാരിയെടുത്ത് മടിയിൽ വെച്ച് അവൻ അലറി വിളിച്ചു. ആ അലർച്ച കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരൊക്കെ അവരെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ അപ്പോഴേക്കും മീനാക്ഷി ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ആ സംഭവത്തിന് ശേഷം നിധിനാരും ചിരിച്ച് കണ്ടിട്ടില്ല. അതിൽ നിന്ന് മുക്തി നേടാൻ നീണ്ട 3 വർഷമെടുത്തു. അപ്പം അപർണ? ആ കുട്ടിക്ക് ഇപ്പോഴും ശരിയായിട്ടില്ല. അന്ന് കാവിലെന്താ സംഭവിച്ചെന്ന് അവൾക്ക് മാത്രമേ അറിയൂ. ആ കുട്ടി അതിൽ പിന്നെ മുറിയിൽ അടച്ചിരിക്കാറാ. ഇടയ്ക്ക് ഞാനവനും കൂടി കണ്ടിട്ട് വരും. എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ അത്രയും സമാധാനമാവുമല്ലോ. എന്താ സംഭവിച്ചെന്ന് അറിയാത്തതുകൊണ്ട് എല്ലാവരും കൂടി എൻ്റെ മോനെ പഴിചാരി. കിരണിപ്പോൾ എവിടെയാ? അതിനുശേഷം കിരണിനാരും കണ്ടിട്ടില്ല. ഇപ്പം അവൾക്ക് ഇത്തിരി ഭേദമുണ്ടെന്ന് കേട്ടു. അവളെ കാണാനാവും അവൻ പോയിരിക്കുന്നു. മുറിയിൽ ജനൽ ചാരിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അപർണ. അപർണ, വിളി കേട്ടവൾ തിരിഞ്ഞു നോക്കി. ആ ഏട്ടനോ? ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണെന്ന് വിചാരിക്കരുത്. അന്ന് കാവിൽ നടന്നെന്താണെന്ന് പറയൂ. ആരോടെങ്കിലും തുറന്നു വിടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അത്രയെങ്കിലും സമാധാനം കിട്ടുമല്ലോ. ഏട്ടൻ അവിടുന്ന് അമ്മയുടെ അടുത്തേക്ക് പോയപ്പോൾ കിരണേട്ടൻ മീനുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ ചുമൽ കൈവച്ച് പതിയെ വിളിച്ചു. മീനാക്ഷി. എന്താ ഏട്ടാ? നിനക്കെന്നെ ഇഷ്ടമാണോ? എന്തിപ്പോൾ അങ്ങനെ ചോദിക്കാൻ? എൻ്റെ ഏട്ടനെ എനിക്ക് ഇഷ്ടമില്ലാണ്ടിരിക്കുമോ? എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? ഏട്ടാ, എന്തൊക്കെയാ ഏട്ടൻ ഈ പറയുന്നേ? ഏട്ടനും അറിയുന്നില്ല എല്ലാം, എന്നിട്ടും. എനിക്ക് നിന്നെ വേണം മീനു. നീലാ ജീവിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വാരിപ്പുണർന്നു. ആ സമയം അപർണ കാവിൻ്റെ അരികിലുള്ള കുളത്തിലായിരുന്നു. അവൾ നിലവിളി കേട്ട് ഓടി വന്നു. കിരണേട്ടാ, അവളെ വീട് എന്തീ കാണിക്കുന്നത്? തടയാൻ പോയി അവളെ തള്ളി താഴേക്ക് ഇട്ടു. തലയിടിച്ച് താഴേക്ക് വീണു. എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും തലയിറക്കം പോലെ തോന്നി അവിടെ തന്നെ ഇരുന്നു. എനിക്ക് കിട്ടാത്ത മറ്റൊരുത്തിന് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നുമില്ലെങ്കിലും നിന്നെ ഞാൻ ഒരുപാട് മോഹിച്ചതല്ലേ. കൊല്ലുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും എനിക്ക് നിന്നെ വേണം. പിന്നീട് നടന്നൊക്കെ കരളിരിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. അവൻ അവളെ അതിക്രൂരമായി കീഴ്പ്പെടുത്തി. പിന്നെ ഒരു കത്തി കൊണ്ട് കുത്തി. അവസാന ശ്വാസം പോകുന്നവരെ കൺമുമ്പിൽ കാണുന്ന പോലെയാണ് അപർണ അതൊക്കെ പറഞ്ഞു തീർന്നപ്പോഴേക്കും അവളുടെ ബോധം പോയി. അവളെ കട്ടിൽ കിടത്തി പുറത്തേക്ക് ഇറങ്ങി. കേട്ടുന്നവിടെയൊക്കെ കണ്ണ് നിറഞ്ഞിരുന്നു. വീട്ടിലേക്ക് പോകുന്ന കവലയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞുള്ള ഇടവഴിയിൽ കിരണിനെ കണ്ടു. നീയപ്പൊന്നും ഇന്ന് രാവിലെ ഒറ്റക്കാണോ? അതെ, ഫാമിലി ജയ്പൂരുണ്ട്. എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. കാവിൻ്റെ അടുത്തുണ്ടാവും. നീ അങ്ങോട്ട് വാ. നീ നടന്നു, ഞാനൊന്ന് കൊണ്ടുവച്ചിട്ട് വരാം. കാവിലേക്ക് പോകുന്ന വഴി ഒരു കത്തി കയ്യിൽ കരുതി. കിരൺ വരുന്നവൻ കാത്തിരുന്നു. വൈകാതെ അവൻ വന്നു. കുറച്ചു നേരം സംസാരിച്ചിരുന്നു. നീ എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നില്ലേ? എന്നിട്ടും നീ എൻ്റെ മീനാക്ഷിയെ കേട്ടപ്പോൾ ഞെട്ടി കിരൺ. നീ എന്തൊക്കെയാടെ പറയുന്നേ? വേണ്ട, മതി നിന്റെ നാടകം. എനിക്കെല്ലാം അറിയാം. ക്രോധം കൊണ്ട് വിറക്കിയായിരുന്നു എത്തി. പിന്നെ കയ്യിൽ കരുതിയ കത്തി കിരണിന്റെ നെഞ്ചിലേക്ക് ആഴ്ത്തി ഇറക്കി. ഒരു നേരത്തെ നിലവിളി പോലും പുറത്താരും കേട്ടില്ല. അവസാന ശ്വാസം നിലക്കുന്നവരെയും കുത്തിക്കൊണ്ടിരുന്നു. തീർന്നെന്ന് തോന്നിയപ്പോൾ ബോഡിയെടുത്ത് കാവിനുള്ളിലെ കുളത്തിലെറിഞ്ഞു. ഒരു തെളിവ് പോലും അവശേഷിക്കാതെ വീട്ടിലെത്തി അവൻ സന്തോഷത്തിലായിരുന്നു. മീനുവിനെ കൊന്നവനെ ഈ ലോകത്തുനിന്ന് പറഞ്ഞയച്ചതിന്റെ സന്തോഷത്തിൽ ദൈവമായി പൊതുജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു. ആ നിമിഷം ആകാശത്തൊരു നക്ഷത്രം കണ്ണ് ചിമ്മുന്നുണ്ടായിരുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്